ഹലോ, സിന്ദൂരപ്പൊട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ഒന്ന് ഹൈപ്പ് കൊടുത്ത് തരണേ കേട്ടോ. അപ്പോൾ രാധികയും പായസവും കൂടി വീട്ടിലേക്ക് വന്ന സമയത്ത് പായസം ഇങ്ങനെ പറയുന്നുണ്ട് വാസന്തിയോട്, ഈ ഡിറ്റക്റ്റീവ് ജോലിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത കഷ്ടപ്പാട് തന്നെയാണ്, ആകെ തളർന്നു പോയി. ചേച്ചി പോയിട്ടൊരു വെള്ളം എടുത്തിട്ട് വരാമോ? നീ അവിടെ മിണ്ടാതെ നിൽക്ക്. രാധിക എന്തായി പോയിട്ട്? വാസന്തി ചോദിക്കുന്ന സമയത്ത് രാധികയുടെ മുഖത്ത് ചെറുതായിട്ടൊരു ഡള്ളുണ്ടായിരുന്നു. അവർ രണ്ടുപേരും പരസ്പരം അഭിനയിക്കുന്നതാണോ അതോ ശരിക്കും അവർ ഭാര്യയും ഭർത്താവും ആയതാണോ എന്ന് നോക്കാൻ വേണ്ടിയായിരുന്നല്ലോ നീ പോയത്. എന്നിട്ട് എന്തായി? അത് ചോദിച്ച സമയത്ത് രാധികയുടെ മുഖത്ത് ഒന്നുകൂടെ സങ്കടം വരികയാണ്. അപ്പോൾ പായസം പറയാണ്, അത് ചോദിച്ചിട്ട് എന്താ ചേച്ചി കാര്യം? ഒരു കൂടെ മുല്ലപ്പൂവ് വാങ്ങിക്കൊണ്ട് വന്നിട്ട് അവൻ ഭാര്യയുടെ തലയിൽ വെച്ച് കൊടുത്ത് അവർ രണ്ടുപേരും തമാശയൊക്കെ പറഞ്ഞ് ജോളിയായി ചിരിച്ച് രസിക്കുകയാണ്. അത് കേട്ടപ്പോൾ വാസന്തിയുടെ മുഖത്തും ആകെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അവർ രാധികയെ നോക്കിയപ്പോൾ രാധിക മറ്റേതോ ലോകത്താണെന്ന് തോന്നുവാണ്. അതുകൊണ്ട് അവളോട് ചോദിക്കുന്നുണ്ട്, രാധിക നീ എന്താ ആലോചിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്? അമ്മായി, ഇപ്പോൾ നിങ്ങളുടെ മരുമകൾ എവിടെയാ പോയിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാമോ? എവിടെയാ? അവളുടെ ആദ്യത്തെ അമ്മായിയമ്മയുടെ വീട്ടിലാണ് പോയിട്ടുള്ളത്. അത് കേട്ട സമയത്ത് വാസന്തിക്കും ദേഷ്യം വരികയാണ്. ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് നിങ്ങളുടെ മരുമോൾ നേരെ പോയത് ബാങ്കിലേക്കാണ്. അവിടെ പോയിട്ട് ബാങ്കിലെ മാനേജറുമായിട്ട് ഒരുപാട് നേരം സംസാരിച്ചു. അവൾ പോയതിന് ശേഷം എന്തിനു വേണ്ടിയിട്ടാണ് പോയത് എന്ന് അറിയാൻ വേണ്ടി ഞാൻ അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോൾ ബാങ്കിൽ ആ രുക്മിണിയുടെ വീടുണ്ടാക്കാൻ വേണ്ടി അവളുടെ പേരിൽ എത്രയോ ലക്ഷത്തിന് ലോൺ എടുത്തിട്ടുണ്ടെന്ന്. അത് കേട്ടതും വാസന്തി ആകെ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ആ ലോണിൻ്റെ ബാക്കിയുള്ള എമൗണ്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഇന്ന് ബാങ്കിലേക്ക് പോയതെന്നും ആ ലോൺ എമൗണ്ടും കൊണ്ടാണ് അവളുടെ ആദ്യത്തെ അമ്മായിയമ്മയുടെ വീട്ടിലേക്ക് പോയത്. ഇനിയും അവളുടെ പിന്നാലെ പോയിട്ട് അതൊന്നും ഞാൻ നേരിട്ട് കാണേണ്ട കാര്യമില്ലെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് നേരെ വന്നത്. അല്ല അമ്മായി, എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. ഈ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ നിന്നല്ലേ അവൾ ജോലിക്ക് പോകുന്നത്. എന്നിട്ട് അവൾ ജോലി ചെയ്ത് കിട്ടുന്ന പണം മുഴുവൻ അവർക്ക് വേണ്ടിയാണോ ഇപ്പോഴും ചിലവാക്കേണ്ടത്? എനിക്ക് തോന്നുന്നത് അവൾ ജോലി ചെയ്തിട്ട് നമുക്കൊരു പ്രയോജനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. 1 രൂപ പോലും വരുമാനം ഇങ്ങോട്ടേക്ക് എത്തുമെന്നും. നമുക്ക് മാത്രമല്ല, നിങ്ങളുടെ മോനും പേരക്കുട്ടിക്കും ആർക്കും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുമാത്രമല്ല, ഇവിടെ നിന്നുകൊണ്ട് ജോലിക്ക് പോയിട്ട് അവളുടെ ആദ്യത്തെ ഭർത്താവിൻ്റെ അമ്മയ്ക്കും കാശ് കൊണ്ട് കൊടുക്കുന്നതിന് എന്താ ന്യായമുള്ളതമ്മായി? നാളെ എന്തെങ്കിലും ഒരു നിവൃത്തികേട് വന്ന് അവൾക്ക് ആ ലോൺ അടയ്ക്കാൻ പറ്റാതെ സാധിച്ചു പോയാൽ ബാക്കി ലോണ് ആരടയ്ക്കേണ്ടി വരും? ബാങ്കുകാർ എവിടെ വന്നിട്ടാണ് ചോദ്യം ചെയ്യുക? നമ്മുടെ വീട്ടിൻ്റെ മുന്നിൽ വന്നിട്ടല്ലേ അവർ ചോദ്യം ചെയ്യുക, ലോണിൻ്റെ ബാക്കി പൈസ എടുക്ക്, അല്ലെങ്കിൽ അവർ ഈ വീട് തന്നെ ജപ്തി ചെയ്ത് കൊണ്ടുപോവില്ലേ? അവളിങ്ങനെ വാസന്തി എരികേറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ വാസന്തി പേടിച്ച് നിൽക്കുന്നുണ്ട്. ആ രുക്മിണിയുടെ കുടുംബം പുതിയ വീടൊക്കെ ഉണ്ടാക്കി നല്ല അടിപൊളിയായിട്ട് ഗൃഹപ്രവേശമൊക്കെ നടത്തി അവിടെ കയറും. നമ്മളാണെങ്കിൽ നമുക്കുള്ള ഈ ചെറിയ വീട് കൂടി അവർക്ക് വേണ്ടിയിട്ട് ജപ്തിയും ചെയ്ത് നമ്മൾ കടത്തിണ്ണേ കിടക്കേണ്ടി വരും. നിങ്ങൾ വേണേൽ ശ്രദ്ധിച്ചോ, നിങ്ങളുടെ വീടാ പോകാൻ പോകുന്നത്. അങ്ങനെ രാധിക മാക്സിമം എരികേറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആ എരിയിൽ വാസന്തി വീണിട്ടുമുണ്ട്. അവളിങ്ങനെ പിറുവിറുത്തോണ്ട് നിൽക്കുന്നുണ്ട്. അവളിന്ന് ഇങ്ങോട്ട് വരട്ടെ, അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാണ്. അതൊക്കെ കേട്ട് രാധികയാണെങ്കിൽ ഒരു കൗശലത്തോടെ ചിരിക്കുന്നുണ്ട്. കാരണം അവൾ ഇന്ദുവിന് വേണ്ടി വെച്ച ആ ഒരു വെടി കൊണ്ടു എന്ന് അവൾക്ക് മനസ്സിലായി. വാസന്തി ദേഷ്യത്തോടെ നിൽക്കുന്ന ആ സമയത്താണ് നീലനും ഡെക്ലേസും കൂടെ കയറി വരുന്നത്. അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടാണ് വരുന്നത്. മാമ, ആ പച്ചക്കറിയും പഴങ്ങളൊക്കെ എടുത്തിട്ട് കടയിൽ കൊണ്ടുപോയി വെക്കാൻ പറ. ഞാൻ അവനോട് കടയിൽ വെക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എന്നിട്ട് അവനതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുകയാണ്. ഞാൻ ഇപ്പം തന്നെ അതൊക്കെ വണ്ടി എടുത്തിട്ട് കടയിലേക്ക് കൊണ്ടുപോയി വിടാം എന്ന് പറഞ്ഞിട്ട് ഡെക്ലേസ് അകത്തേക്ക് കയറി പോവാണ്. അപ്പോഴേക്കും നിയമോളും അതുപോലെ ഇന്ദുവും വരുന്നുണ്ടായിരുന്നു. ഏയ് അച്ഛാ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ ഇന്ദു അടുത്ത് തന്നെയുണ്ട്. നിയമോളെ എടുത്ത് ഒക്കത്ത് വെച്ചുകൊണ്ടാണ് നീലൻ ഓരോന്ന് ചോദിക്കുന്നത്. അപ്പം നിയമളാണെങ്കിൽ സന്തോഷത്തോടു കൂടി പറയുന്നുണ്ട്, അച്ഛാ ഇന്ന് ഇന്ദു അമ്മ എൻ്റെ സ്കൂളിൽ വന്നിട്ട് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ചോക്ലേറ്റ് വാങ്ങിക്കൊടുത്തു. അവർക്കെല്ലാവർക്കും ഞാൻ ഇന്ദു അമ്മയെ പരിചയപ്പെടുത്തി കൊടുത്തു. നീലനാണെങ്കിൽ അതൊക്കെ എൻകറേജ് ചെയ്തോട് സംസാരിക്കുകയാണ്. ആണോ മുത്തേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. ഇന്ന് എല്ലാവർക്കും മുന്നിൽ ഞങ്ങൾ നല്ല സന്തോഷത്തോടെയാണ് ഉണ്ടായിരുന്നത്. അവരിങ്ങനെ ജോളിയായിട്ട് അച്ഛനും അമ്മയും മോളും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് വാസന്തി ദേഷ്യത്തോടെ അങ്ങോട്ടേക്ക് പോകുന്നത്. നേരെ വന്ന് ഇന്ദുവിനോടാണ് ചോദിക്കുന്നത്, ഇന്നത്തെ ഓട്ടം കഴിഞ്ഞോ അതോ ഇനി നിയമോളെ ഇവിടെ ആക്കിയിട്ട് ഇനിയും പോവാനുണ്ടോ? അത് കേട്ട സമയത്ത് ഇന്ദു പേടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതേപോലെ തന്നെ നീലനും ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി അമ്മ ദേഷ്യത്തോടെയാണ് വന്നതെന്ന് അവന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇന്ദു പറയുന്നുണ്ട്, ഇല്ലമ്മ, ഇന്നത്തെ ഓട്ടം കഴിഞ്ഞു. ഇനി നിയമോൾക്ക് കുറച്ച് പാഠമൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം, അവൾക്കൊപ്പം നിൽക്കണം. അതുകൊണ്ട് ഇന്ന് ഓട്ടത്തിന് ഇനി പോകുന്നില്ല. ഓ അങ്ങനെയാണോ? എങ്കിൽ ശരി, ഇത്ര നേരം ഓട്ടോ ഓടിച്ച പണം ഇങ്ങോട്ട് താ എന്ന് പറഞ്ഞിട്ട് വാസന്തി കൈനീട്ടുവാണ്. പെട്ടെന്ന് അമ്മ അങ്ങനെ ചോദിച്ചപ്പോൾ നീലനും ഒന്ന് പതറിയിട്ടുണ്ടായിരുന്നു. അവൻ കുഞ്ഞിനെ താഴെ ഇറക്കുകയാണ്. അപ്പോൾ നീലനെ നോക്കിയിട്ട് ഇന്ദു ഇങ്ങനെ ഭയത്തോടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വാസന്തി ചോദിക്കുകയാണ്, എന്താ നീ ഇങ്ങനെ പേടിച്ച് പരസ്പരം നോക്കിയത് കൊണ്ട് നിൽക്കുന്നത്? നീ രാവിലെ തൊട്ട് ഇവിടെ നിന്ന് ഓട്ടോ ഓടിക്കാൻ വേണ്ടി പോയതല്ലേ? എന്തായാലും ഇത്രയും സമയം കൊണ്ട് 1000-2000 രൂപയോളം നീ ഓട്ടോ ഓടിച്ചുണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ, അത് തരാനാ പറഞ്ഞത്.
അവളിങ്ങനെ പേടിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. നിന്നോട് പണം തരാനാ പറഞ്ഞത്. വാസന്തി ഹാർഷായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോഴാണ് നീലൻ ചോദിക്കുന്നത്, എന്തിനാ അമ്മ അവളോട് ഇങ്ങനെ പണത്തിന് ചോദിക്കുന്നത്? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? വാസന്തി തിരിച്ചു ചോദിക്കുന്നുണ്ട്. അമ്മയും മകനും തമ്മിലുള്ള ആ ഒരു ദേഷ്യവും ഇന്ദുവിനെ ഇട്ടിട്ട് പെരുമാറുന്നതൊക്കെ കണ്ടിട്ട് രാധിക ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുവാണ്. നീലനോട് അവർ ചോദിക്കുന്നത്, നീ ഹോട്ടലിൽ നിന്നും കിട്ടുന്ന വരുമാനം ആരുടെ കയ്യിലേ കൊണ്ട് കൊടുക്കാറ്? ഈ വീട്ടിലെ ഗൃഹനാഥ എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് ഞാനല്ലേ? നിന്റെ ഹോട്ടലിലുള്ള വരവ് ചെലവ് കണക്കുകളൊക്കെ എൻ്റെ കയ്യിലല്ലേ ഉള്ളത്. അതൊക്കെ കൃത്യമായിട്ട് നീ എന്നെയല്ലേ ഏൽപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇവളെ ഓട്ടോ ഓടിക്കാൻ പോയി കിട്ടുന്ന വരുമാനവും അതിൻ്റെ കണക്കുകളും ഞാൻ തന്നെയല്ലേ വെക്കേണ്ടത്. ആ ചോദ്യം ചെയ്തതിൽ എന്താ തെറ്റുള്ളത്? നീ തരാൻ നോക്ക് എന്ന് പറഞ്ഞ സമയത്ത് ഇന്ദു പോക്കറ്റിൽ നിന്നും പണം എടുക്കുകയാണ്. അപ്പോൾ നിയമോള് വാങ്ങിയിട്ട് പറയുന്നുണ്ട്, ഇങ്ങോട്ട് താ ഇന്ദു അമ്മ, ഞാൻ കൊടുക്കാം. എന്നിട്ട് അവൾ വാങ്ങിച്ചിട്ട് അത് വാസന്തിയെ ഏൽപ്പിക്കുകയാണ്. വാസന്തി അത് എണ്ണി നോക്കുന്ന സമയത്ത് 600 രൂപ മാത്രമേ ഉള്ളൂ. ഇതെന്താ, വെറും 600 രൂപയ്ക്കാണോ നീ ഓട്ടോ ഓടിച്ചത്? രാവിലെ മുതൽ ഓട്ടോ ഓടിച്ചിട്ട് നിനക്ക് ഇത്ര പണമേ കിട്ടിയുള്ളോ? അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. പൂർണ്ണയാണെങ്കിലും നീലനാണെങ്കിലും അതുപോലെ ഇന്ദു ആണെങ്കിലും ഒക്കെ. അപ്പോൾ രാധികയോടായിട്ടാണ് വാസന്തി ചോദിക്കുന്നത്, അല്ല രാധിക, രാവിലെ മുതൽ ഓട്ടോ ഓടിച്ചു കഴിഞ്ഞാൽ വെറും 600 രൂപ മാത്രമേ ഒരാൾക്ക് പണം കിട്ടുള്ളൂ? ഏയ്, അതായിരിക്കില്ല അമ്മായി. ഒരു വലിയ ഓട്ടോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ 500-600 രൂപ ഒന്നിച്ച് തന്നെ കയ്യിൽ വരും. അതുപോരാതെ രാവിലെ മുതൽ എന്തായാലും ഒരു 10 ഓട്ടോ എങ്കിലും ഓടിക്കാണില്ലേ? ഓ, അങ്ങനെയാണല്ലേ. അപ്പോൾ പിന്നെ ബാക്കിയുള്ള പണം എവിടെ? ഇന്ദുവിനോട് ചോദിച്ച സമയത്ത് അവളിങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. അവളെ അങ്ങനെ ചോദ്യം ചെയ്യുന്നത് കണ്ടിട്ട് ഡെക്ലൈസിനും പൂർണിക്കും നീലനും ഒക്കെ വല്ലാത്ത ദേഷ്യവും സങ്കടമൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ പൂർണി പറയുന്നുണ്ട്, അമ്മ, നിങ്ങളിങ്ങനെ അവരോട് ചോദ്യം ചെയ്യുന്നത് തന്നെ വല്ലാത്ത നാണക്കേടാണ് അമ്മ. ഏയ്, വായ് മൂടി നിന്നോ. ഞാനിത് ഇവരോട് ചോദിക്കുക തന്നെ ചെയ്യും. എൻ്റെ വീട്ടിൽ ഒരാൾ നിന്ന് സമ്പാദിച്ചു കഴിഞ്ഞാൽ അവരോടുള്ള വരവ് ചെലവ് കണക്കുകൾ ചോദിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ബാക്കിയുള്ള പണം എവിടെ? ശരി, അതവിടെ നിൽക്കട്ടെ. അല്ല, ബാങ്കിൽ പോയെന്നൊക്കെ കേട്ടു. എന്തോ ഒരു വലിയ ലോണൊക്കെ എടുത്തു എന്ന്. അത് കേട്ട സമയത്ത് ഇന്ദു ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഇത്ര കൃത്യമായിട്ട് ഇതെങ്ങനെയാണ് അമ്മ അറിഞ്ഞത് എന്ന് വിചാരിച്ചിട്ട്. ആ സമയത്ത് നീലന് കാര്യം മനസ്സിലായി. നീലൻ രാധികയും പായസത്തവും നോക്കുവാണ്. പായസമാണെങ്കിൽ തല താഴ്ത്തി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അല്ല, ആ ലോണ് വാങ്ങിയിട്ട് നിൻ്റെ ആദ്യത്തെ അമ്മായിയമ്മയുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് വന്നിരിക്കുകയാണോ? അമ്മ, നീലം വിളിക്കുന്നുണ്ട്. എന്നിട്ട് നിയമോളോട് പറയാണ്, മോൾ അകത്ത് പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വാ. ശരിയപ്പാ എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞു വേഗം അകത്തേക്ക് പോവാണ്. അതിനുശേഷം നീലൻ ദേഷ്യത്തോട് അമ്മയോട് സംസാരിക്കുന്നുണ്ട്. അമ്മ, ഇനി ഒരു തവണ കൂടി ആ ഒരു കാര്യം സംസാരിച്ചാ പിന്നെ വേറെ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? ആ വീട്ടിൽ അവൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നില്ലേ? ആ വീടുമായിട്ട് അവൾ ഇപ്പോഴും ബന്ധം വെച്ചിട്ടില്ലേ? പിന്നെ ഞാൻ എങ്ങനെയാ പറയേണ്ടത്? അമ്മ, അമ്മയ്ക്ക് ആ വീടിനെ കുറിച്ച് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ രുക്മിണി അമ്മയുടെ വീട് എന്ന് പറഞ്ഞിട്ട് പറ. എന്താ ഞാനിപ്പോൾ പറഞ്ഞ കാര്യത്തിൽ തെറ്റുള്ളത്? ഞാൻ പറഞ്ഞത് സത്യം തന്നെയല്ലേ? പക്ഷേ നീലൻ രാധികയെ നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ അമ്മയോടായിട്ട് പറയുന്നുണ്ട്, ഞാൻ എല്ലാവരോടും ചേർത്തിട്ട് പറയാം, ഈ വീട്ടിലുള്ള എല്ലാവരും ഒന്ന് സഭ്യമായിട്ടും നന്നായിട്ടും നടക്കുകയാണെങ്കിൽ അതെല്ലാവർക്കും നല്ലതായിരിക്കും. ഓ, സഭ്യമായ രീതിയും മര്യാദയൊക്കെ എൻ്റെ മോൻ എനിക്ക് പറഞ്ഞു തരാൻ മാത്രമായോ? ആ, പറഞ്ഞു തരാനായി. അതൊക്കെ മറന്നു പോവുകയാണെങ്കിൽ ആരെങ്കിലും അത് പറഞ്ഞു തരുന്നതിൽ യാതൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, അതവിടെ നിൽക്കട്ടെ. പറ, എന്തിനാ നീ അങ്ങോട്ടേക്ക് പോയത്? വീണ്ടും ഇന്ദുവിനോടായി ചോദ്യം. എന്തിനാ നീ ആ വീട്ടുകാർക്ക് ലോൺ വാങ്ങിക്കൊടുത്തത്? താമസിക്കുന്നത് ഒരു സ്ഥലത്ത്, കൂറ് മുഴുവൻ മറ്റൊരു സ്ഥലത്ത്. ഇത് നല്ലതാണെന്ന് നിനക്ക് തന്നെ തോന്നുന്നുണ്ടോ? നീ നിൻ്റെ വീട്ടിലാണ് കൊണ്ടുപോയി കൊടുത്തതെങ്കിൽ അതിലും ഒരു ന്യായം ഉണ്ടെന്ന് ഞാൻ പറയുമായിരുന്നു. ചില മക്കൾ സമ്പാദിച്ചതിൽ പകുതിയും അതല്ലെങ്കിൽ മുഴുവനായിട്ടും എൻ്റെ അമ്മയും അച്ഛനും എന്നെ കഷ്ടപ്പെട്ടാണ് പഠിപ്പിച്ച് വളർത്തിയത് എന്ന് കരുതിയിട്ട് അവർക്ക് കൊണ്ടുപോയി കൊടുക്കും. അവർ കഷ്ടപ്പെട്ടാണല്ലോ ജീവിക്കുന്നത് എന്ന് കരുതിയിട്ട്, ഞാൻ മാത്രമല്ലേ അവരെ നോക്കാനുള്ളൂ എന്ന് കരുതിയിട്ട്. അതിലൊന്നും ഞാനൊരു കുറ്റവും പറയുന്നില്ല. അങ്ങനെ ചെയ്യുന്നതിൽ ഒരു തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ആൺമകനായാലും പെൺമകളായാലും ശരി, അവരവരുടെ അച്ഛനെയും അമ്മയും നോക്കുന്നതിൽ യാതൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാ മറ്റൊരുത്തനെ കല്യാണം കഴിച്ച് വന്നതിന് ശേഷവും അവളുടെ ആദ്യത്തെ ഭർത്താവിൻ്റെ എന്ന് പറഞ്ഞു തീർന്നതും നീലൻ ദേഷ്യത്തോടെ വിളിക്കുകയാണ്, അമ്മ. അത് കേട്ടിട്ട് ഞെട്ടിക്കൊണ്ടാണ് വാസന്തി മകനെ നോക്കുന്നത്. കാരണം അത്രയും ഹാർഷായിട്ടാണ് നീലൻ സംസാരിക്കുന്നത്. അതുമാത്രമല്ല, അവൻ വിരൽ ചൂണ്ടിക്കൊണ്ടാണ് അവരോട് സംസാരിക്കുന്നത്, ഒരമ്മയാണെന്ന് മറന്നുകൊണ്ട്. അത്രത്തോളം നീലന് ദേഷ്യം വന്നിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ഇന്ദുവാണെങ്കിൽ പേടിച്ച് പരിഭ്രമിച്ച് നിൽക്കുവാണ്. ശരി മോനെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവർ പറയുന്നുണ്ട്, ആദ്യത്തെ അമ്മയുടെ വീട്ടിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് എങ്ങനെയാണ് ന്യായാവുന്നത്? അത് എന്നെക്കൊണ്ട് അംഗീകരിക്കാൻ പറ്റില്ല നീല. അത് കേട്ട സമയത്ത് നീലനും ഇന്ദുവിനെ നോക്കുവാണ്. ഇന്ദു ഒന്നും പറയാനാവാതെ തലതാഴ്ത്തി നിൽക്കുന്നുണ്ട്. ആദ്യത്തെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പണം കൊടുക്കുക, അവർക്ക് ലോൺ വാങ്ങിക്കൊടുക്കുക, ആ വീട്ടിലെ കറണ്ട് ബില്ല് കെട്ടിക്കൊടുക്കുക, അവിടേക്കുള്ള അരിയും സാധനങ്ങളും വാങ്ങിക്കൊടുക്കുക, അതൊക്കെ കണ്ടിട്ട് എന്നെക്കൊണ്ട് മിണ്ടാതിരിക്കാൻ സാധിക്കില്ല.
അത് കേട്ടിട്ട് ഇന്ദു ആകെ തലതാഴ്ത്തി നിൽക്കുന്ന അവസ്ഥയാണ്. ഇതൊക്കെ ഞാൻ എന്തിനു സമ്മതിച്ചു കൊടുക്കണം? ഈ വീട്ടിൽ നിന്നുകൊണ്ടാണ് അവൾ ജോലിക്ക് പോകുന്നതെങ്കിൽ ഈ വീട്ടിലുള്ള കാര്യങ്ങൾ നോക്കേണ്ടതാണ് അവളുടെ ഉത്തരവാദിത്തം. ഇനി ഈ വീട്ടിൽ തരാൻ അവൾക്ക് സൗകര്യം ഇല്ലെങ്കിൽ അവളുടെ അച്ഛനും അമ്മയ്ക്കും കൊണ്ടുപോയി കൊടുക്കാൻ പറ. പക്ഷെ അല്ലാതെ അവളുടെ ആദ്യത്തെ അമ്മായി അമ്മയ്ക്കും വീട്ടിലും ചെലവ് നടത്താൻ എന്നെ കൊണ്ട് സമ്മതിക്കാൻ പറ്റില്ല. അവർ ന്യായമായിട്ടും ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ നീലം പറയുന്നുണ്ട്, അമ്മ സംസാരിക്കുന്നത് വല്ലാത്ത തെറ്റാണ്. ഇത് എന്നെ കൊണ്ട് അംഗീകരിക്കാൻ സാധിക്കില്ല. സമ്പാദിക്കുന്നത് ആണായാലും ശരി പെണ്ണായാലും ശരി അത് ആർക്ക് വേണ്ടി വിനിയോഗിക്കണം എന്നുള്ളത് അവരുടെ സ്വന്തം തീരുമാനം മാത്രമാണ്. ഇന്ദു നീലനെ നോക്കി നിൽക്കുകയാണ്. നീലൻ ഇന്ദുവിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ഇന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അവൾ ആ വീട്ടുകാർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും ബാക്കി കിടക്കുന്നുണ്ട്. അത് അവൾക്ക് പൂർത്തീകരിച്ചേ പറ്റുള്ളൂ. ആ വീടിനെ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ മറ്റൊരു കുടുംബമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ആ വീട്ടിലേക്ക് അവൾ പണം കൊടുക്കുക തന്നെ ചെയ്യും. അത് ആരെക്കൊണ്ടും തടയാൻ സാധിക്കില്ല. ഇന്ദു ആ വീട്ടിലേക്ക് പണം കൊടുക്കുന്നതിലും അവർക്ക് ലോൺ എടുത്ത് കൊടുക്കുന്നതിലും എനിക്ക് എല്ലാ വിധത്തിലുള്ള കാര്യമുണ്ട്. ഞാൻ അറിഞ്ഞുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും അവൾ ചെയ്യുന്നത്. രാവിലെ പറഞ്ഞത് തന്നെ ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയാണ്. ഇത് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിലുള്ള കാര്യമാണ്. ഇതിലുള്ള തീരുമാനം എടുക്കേണ്ടത് ഞങ്ങളാണ്. ഈ വിഷയത്തിൽ കാര്യമില്ലാതെ മറ്റുള്ളവർ തലയിടേണ്ട ആവശ്യമില്ല. ഞാൻ ഈ വീട്ടിലെ മുതിർന്നയാളാണ്. ഈ വീട്ടിലെ തലമൂത്തയാൾ അമ്മയാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഈ വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ മറ്റൊരു കുടുംബം ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ഭാര്യയും ഒരു കുടുംബമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ മറ്റൊരാളുടെ അഭിപ്രായം ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇത് ഞങ്ങളുടെ രണ്ടുപേരുടെയും തീരുമാനം മാത്രമാണ്. എല്ലാവരും കേൾക്കാൻ വേണ്ടിയാണ് നീലൻ സംസാരിക്കുന്നത്. എന്നിട്ട് ഇന്ദുവിനോടായിട്ട് സൗമ്യമായിട്ട് പറയാണ്, ഇന്ദു നീ അകത്തേക്ക് പോയിക്കോ. പക്ഷെ ഇന്ദു ഭയന്നുകൊണ്ട് അമ്മയെ നോക്കി നിൽക്കുകയാണ്. വാസന്തി ആണെങ്കിൽ തൻ്റെ മകൻ ഇത്രത്തോളം മാറിപ്പോയോ എന്നൊരർത്ഥത്തിൽ വല്ലാത്ത സങ്കടത്തോടെ അവനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇന്ദു ആണെങ്കിൽ അവൻ്റെ അമ്മയെയും നീലനെയും മാറി മാറി നോക്കിക്കൊണ്ട് നിന്ന് അവസാനം നീലൻ പറഞ്ഞത് കേട്ട് അകത്തേക്ക് പോവാണ്. ഇന്ദു അകത്തേക്ക് പോയതും തലതല്ലി കരഞ്ഞുകൊണ്ട് വാസന്തി പറയാണ്, പോയി 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 എല്ലാം പോയി. എൻ്റെ മോനെ അവൾ എന്തൊക്കെയോ കൊടുത്ത് മയക്കിയിരിക്കുകയാണ്. അമ്മ നിർത്ത്, ദയവ് ചെയ്ത് ഞാൻ കൈകൂപ്പിക്കൊണ്ട് പറയുകയാണ്. എൻ്റെ അമ്മയെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എന്നിട്ട് രാധികയെ നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ പല്ലിറുമിക്കൊണ്ട് പറയാണ്, പക്ഷെ ചിലരുടെ കുതന്ത്രം കാരണം എൻ്റെ അമ്മ സംസാരിക്കുന്നത് എന്നെക്കൊണ്ട് സഹിക്കാനാവുന്നില്ല അമ്മ. വാസന്തി സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഡക്ലേസും പൂർണ്ണയാണെങ്കിൽ രാധികയെ നോക്കിക്കൊണ്ട് പരിഹാസത്തോടെ ചിരിക്കുന്നുണ്ട്. നീലനാണെങ്കിൽ അവിടെ നിന്നും പോവുകയാണ്. ശാലിനിയുടെ ഫോൺ റിങ് ചെയ്യുന്നത് കണ്ടിട്ട് അവൾ വന്ന് എടുത്തു നോക്കുമ്പോൾ ശ്വേതയായിരുന്നു. അവൾ ഫോൺ എടുത്തിട്ട് ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. ഇപ്പോഴാരാണ് എക്സ്ട്രാ കോളിലുള്ളത്? ഇപ്പോൾ കോളിൽ ആരുമില്ല, ഫോണിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ശാലിനി ചിരിച്ചുകൊണ്ട് പറയുകയാണ്, നിന്നോട് ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വിളിച്ചത്. എന്താ? നിൻ്റെ അമ്മായിയുടെ മകൻ അരവിന്ദ് ഇല്ലേ? ഓ തുടങ്ങിയോ? ശരി, ഞാൻ ഫോൺ വെക്കുവാണ്. ശാലിനി 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 ഒരു നിമിഷം, പറയുന്നത് മുഴുവനൊന്ന് കേൾക്കടി. അവൾ ഫോൺ വീണ്ടും ചെവിയിൽ വെക്കുകയാണ്. അവനെപ്പറ്റി ഒരു കാര്യം കേട്ടു, വല്ലാത്ത പാവം തോന്നിയടി. അത് നിന്നോട് പറയാമെന്ന് കരുതിയിട്ടാണ് ഞാൻ വിളിച്ചത്. നിനക്കത് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ വിട്ടേക്ക്. എന്തായാലും വിളിച്ചതല്ലേ, വിളിച്ച കാര്യം പറയ്. ശാലിനിക്ക് കാര്യം അറിയണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെയാണ് അരവിന്ദിൻ്റെ കാര്യം. അവൻ ഈ ആക്സിഡൻ്റായി കിടക്കുന്നതിനിടയിൽ ബാത്റൂമിൽ വഴുതി വീണെന്ന് കേട്ടു. അവന് വീണപ്പോൾ ഫ്രാക്ചറായി കാലിൽ വീണ്ടും അടികിട്ടിയെന്നാണ് കേട്ടത്. അത് കേട്ടതും ശാലിനി ആകെ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും അവൻ്റെ കാലിന് ഓപ്പറേഷൻ ചെയ്തിട്ട് പ്ലേറ്റൊക്കെ വെച്ചു എന്നാണ് കേട്ടത്. ഭയങ്കര സീരിയസ് ആയിട്ടാണ് ശ്വേത സംസാരിക്കുന്നത്. പക്ഷേ ശാലിനി ആകെ വല്ലാതെ അപ്സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്താണ് നീ പറയുന്നത്? ഒന്ന് ആക്സിഡൻ്റ് ആയിട്ടുണ്ടായ സമയമല്ലേ, അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചിട്ട് വേണ്ടായിരുന്നു ഓരോന്ന് ചെയ്യാനേ. ശാലിനി വല്ലാത്ത സങ്കടത്തോടെയും ടെൻഷനോടുകൂടിയാണ് അരവിന്ദിനെ സ്നേഹത്തോട് ശാസിക്കുകയാണ്. അപ്പോൾ ശ്വേത ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതിന് നിനക്കെന്താടി? നിന്റെ കുടുംബം നശിക്കണമെന്ന് ആഗ്രഹിച്ച നിന്റെ അമ്മായിയുടെ മോനല്ലേ, അവൻ എന്ത് സംഭവിച്ചാലും നിനക്കെന്താ? എങ്ങനെ നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നത്? ഫോൺ വെക്ക് എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ ശാലിനി കോൾ കട്ട് ചെയ്യാണ്. അവൾക്ക് ആകെ പരിഭ്രമം ആവുന്നുണ്ടായിരുന്നു. പക്ഷേ അതേസമയം ശ്വേതയുടെ കോളിൽ മറുതലക്കൽ അരവിന്ദും കൂടെ ഉണ്ടായിരുന്നു. അതാണെങ്കിൽ ശാലിനി അറിഞ്ഞതുമില്ല. അപ്പോൾ അരവിന്ദാണെങ്കിൽ നല്ല സന്തോഷത്തോടു കൂടിയാണ് ഇരിക്കുന്നത്, ഫോൺ കൈ പിടിച്ചുകൊണ്ട്. അപ്പോൾ ശ്വേത അവനോടായിട്ട് പറയുന്നുണ്ട്, നിനക്ക് വീണ്ടും ആക്സിഡൻറ്റ് സംഭവിച്ചു എന്ന് കേട്ടപ്പോൾ അവൾക്ക് എത്രത്തോളം ടെൻഷനായി എന്നുള്ളത് നീ കണ്ടില്ലേ? അരവിന്ദിന് അത് കേട്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നുകയാണ്. നിൻ്റെ മേൽ സ്നേഹം ഇല്ലെങ്കിൽ, നിൻ്റെ മേൽ പ്രണയം ഇല്ലെങ്കിൽ നിനക്ക് എന്ത് സംഭവിച്ചാലും അവനെന്താ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ദേഷ്യത്തോടെ കോൾ കെട്ടിയായിരുന്നില്ലേ? ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യത്തിന് അവൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യാന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കണ്ടു നോക്കാം. ശരി എന്ന് പറഞ്ഞിട്ട് അരവിന്ദ് കോൾ കട്ട് ചെയ്യാണ്. അരവിന്ദിന് വല്ലാത്ത സന്തോഷം തോന്നുവാണ്. വാസന്തിയാണെങ്കിൽ അടുക്കളയിൽ നിന്നുകൊണ്ട് തനിയെ നിന്ന് കരയാണ്. രാധിക അങ്ങോട്ടേക്ക് വന്ന സമയത്ത് അവർ കണ്ണു തുറക്കുന്നുണ്ട്. അപ്പോൾ രാധിക ഒന്നുകൂടെ എരികേറ്റാണ്, അമ്മായി, സാധാരണയായിട്ട് മരുമക്കൾ വന്നു കഴിഞ്ഞാൽ അമ്മായി അമ്മയുടെ ഭരണം അവസാനിക്കുന്നു കേട്ടിട്ടുണ്ട്.
പക്ഷേ അതിന് 1 വർഷമോ 2 വർഷമോ 4 5 വർഷമോ ഒക്കെ കഴിയുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഇത് 2ാമത്തെ ദിവസം തന്നെ അമ്മായി ഇങ്ങനെ തോറ്റുപോയിട്ട് തനിയാളായിട്ട് നിൽക്കേണ്ടി വരുമെന്ന് ഞാൻ കരുതിയില്ല അമ്മായി. വല്ലാത്ത സങ്കടം ഭാവിച്ചുകൊണ്ടാണ് രാധിക സംസാരിക്കുന്നത്. പക്ഷെ അതിനൊന്നും മറുപടി പറയാതെ വാസന്തി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. 2 ദിവസം മുൻപ് വാസന്തി അമ്മയുടെ വീടായിരുന്ന ഈ വീട് ഇപ്പം തൊട്ട് ഇന്ദുവിൻ്റെ വീടായിട്ട് മാറിയത് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എതിർവാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ മാമനാണോ ഇപ്പോൾ അമ്മയോട് ഇത്രയധികം എതിർത്ത് സംസാരിക്കുന്നത്? അമ്മ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും സ്വീകരിക്കാതെ സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് അമ്മയോട് എതിർത്ത് സംസാരിക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അമ്മായി. സ്നേഹത്തോടെ കഴുത്താർത്തുകൊണ്ടാണ് രാധിക സംസാരിക്കുന്നത്. കൺമുന്നിൽ വെച്ചിട്ട് നിങ്ങളുടെ വീടും നിങ്ങളുടെ മകനും രണ്ടും നിങ്ങളുടെ കൈവിട്ട് പോവുകയാണ് അമ്മായി. രാധിക പറഞ്ഞത് കേട്ടിട്ട് വസന്തി ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. നിങ്ങളെ കാണുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത പാവം തോന്നുവാണ് അമ്മായി. രാധിക പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് നീലൻ അങ്ങോട്ടേക്ക് വരുന്നത്. നീലനെ കണ്ടപ്പോൾ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ രാധിക വേഗം അവിടെ നിന്ന് പോവുകയാണ്. നീലൻ കൂടെ നോക്കുന്നുണ്ടായിരുന്നു രാധിക അവിടെ മറഞ്ഞു നിൽക്കുന്നുണ്ടോയെന്ന്. പക്ഷെ ആ സമയത്തൊക്കെ അവൾ മറഞ്ഞു നിന്നിട്ട് നീലൻ്റെ ശ്രദ്ധ മാറിയപ്പോൾ അവിടെ ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ്. അപ്പോൾ നീലൻ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ അമ്മ ഇപ്പോൾ തനിച്ചിവിടെ നിന്ന് കരയുന്നത്? അപ്പോൾ ദേഷ്യവും സങ്കടവും കലർത്തിക്കൊണ്ട് വാസന്തി പറയുന്നുണ്ട്, മോനെ എനിക്കിപ്പോൾ കരയണമെന്ന് തോന്നുകയാണ്. എന്നെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ എനിക്ക് വല്ലാത്ത നാണക്കേടും സങ്കടവും തോന്നുന്നു. സ്വന്തം വീട്ടിൽ തന്നെ ഞാൻ ഇങ്ങനെ നാണക്കേടോടെ നിൽക്കേണ്ടി വരുന്നത് ആലോചിക്കുമ്പോൾ എനിക്ക് എന്നെക്കുറിച്ച് ആലോചിച്ച് അപമാനം തോന്നുന്നു. അതുകൊണ്ട് ഞാൻ കരയാണ്. എൻ്റെ സ്വന്തം വീട്ടിൽ നിന്നിട്ട് കരയാൻ പോലും എനിക്കിപ്പോൾ ഇനി അർഹതയില്ലേ? അതും പോയോ? എങ്കിൽ പിന്നെ ഞാൻ ഈ അടുക്കളയും വിട്ടിട്ട് ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോവാം. എന്തിനാ അമ്മ ഇങ്ങനെ സംസാരിക്കുന്നത്? ഇപ്പോഴും ഇത് അമ്മയുടെ വീട് തന്നെയാണ്. ഇപ്പോഴും ഈ വീട്ടിലെ മുതിർന്നയാൾ അമ്മയാണ്. ഈ വീട്ടിലെ കുടുംബസ്ഥ അമ്മ തന്നെയാണ്. അമ്മ ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയാണോ? ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട് മോനെ. പക്ഷേ ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു വാക്കിന് നീ വില തരുന്നുണ്ടോ? ഇന്നലെ വന്നവളുടെ മുന്നിൽ വെച്ചിട്ട് ആർക്ക് വേണമെങ്കിലും സമ്പാദിച്ചു കൊടുത്തേക്ക്, അതാരും തന്നെ ഇവിടെ ചോദ്യം ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളുടെ മുന്നിൽ എന്നെ അപമാനിച്ച് തലതാഴ്ത്തി നിർത്തിച്ചില്ലേ? ഇതിനേക്കാളും വലുതായിട്ട് ഇനി എനിക്ക് എന്താ വേണ്ടത്? അവർ കരഞ്ഞുകൊണ്ടാണ് നീലനോട് ചോദിക്കുന്നത്. അത് കേട്ട് നീലൻ അവരോട് വല്ലാതെ പാവം തോന്നുന്നുണ്ട്. അവിടെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.